രണ്ടിടത്തും കൃത്യമായ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു മുന്നണി തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലും UDF-ന് കഴിഞ്ഞ സർവേയിൽ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം നടന്ന ഡേറ്റ വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് ഏറ്റവും പുതിയ വിവരം? UDF ആണോ LDF ആണോ നേട്ടമുണ്ടാക്കാൻ പോകുന്നത്? ഭരണ തുടർച്ചയാണോ അതോ ഭരണമാറ്റമാണോ സംഭവിക്കാൻ പോകുന്നത്? ആ ഡേറ്റയൊന്ന് നോക്കാം. വോട്ട് വൈബ് സർവേ അനുസരിച്ച് UDF 64 മുതൽ 74 സീറ്റുകൾ വരെ, അതായത് UDF-ന് അനുകൂലം, LDF 63 മുതൽ 73 സീറ്റുകൾ വരെ എന്നതാണ്. അതായത് ഏറ്റവും കുറവ് പോയാലും UDF-ന് 64 സീറ്റുകൾ വരെ, പരമാവധി കിട്ടാവുന്നത് 74 സീറ്റുകൾ. LDF-ന് പരമാവധി കിട്ടാവുന്നത് 73 സീറ്റുകൾ, കുറഞ്ഞത് 63 സീറ്റുകൾ എന്നതാണ്. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തൂക്ക് സഭയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള കാര്യം. അതേസമയം NDA അതിനിർണായകമായി മാറുക 1 മുതൽ 5 വരെ സീറ്റുകൾ കിട്ടാം എന്നുള്ളതാണ്. ആദ്യ സർവേയിൽ അത് 1 മുതൽ 3 വരെ സീറ്റുകളായിരുന്നു. രണ്ടാം സർവേയിൽ 1 മുതൽ 5, ഇപ്പോഴത്തെ സർവേയിലും 1 മുതൽ 5 സീറ്റുകൾ വരെ ആണ് എന്നതാണ് NDAയുടെ ടാലിയിൽ. UDF-നാണ് നേരിയൊരു മേൽക്കൈ, 64 മുതൽ 74 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളത്. അതായത് ഏകദേശം 20 സീറ്റുകളിലെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 63 മുതൽ 73 സീറ്റുകൾ വരെ LDF-ന്, NDA-ക്ക് 1 മുതൽ 5 സീറ്റുകൾ വരെ. ഇത് ഏത് രീതിയിലാണ് ഓരോ മേഖലയിലും പ്രതിഫലിക്കാൻ പോകുന്നത്? വടക്കൻ കേരളത്തിൽ എത്ര സീറ്റുകൾ UDF-ന്, എത്ര സീറ്റുകൾ LDF-ന്? മധ്യ കേരളത്തിൽ എത്ര, തെക്കൻ കേരളത്തിൽ എത്ര? ഈ കണക്കുകളും വരികയാണ്. അത് ആദ്യഘട്ട സർവേകളിലും രണ്ടാം ഘട്ട സർവേയിലും നോക്കുമ്പോൾ അവിടെ വടക്കൻ കേരളത്തിൽ UDF-ന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു, മധ്യ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവും തെക്കൻ കേരളത്തിൽ LDF-നുമായിരുന്നു. അത് ഇത്തവണ മൂന്നാം ഘട്ട സർവേയിൽ, അവസാന ഘട്ട സർവേയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത്? വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് കണക്ക്? ആ ടാലി കൂടി ഒന്ന് നോക്കാം. വടക്കൻ കേരളത്തിലെ 48 സീറ്റുകളിൽ, അതായത് കാസർഗോഡ് വരെ മുതൽ മലപ്പുറം വരെയുള്ള കണക്കനുസരിച്ച് 16 മുതൽ 20 സീറ്റുകൾ വരെ LDF-ന് എന്നുള്ളതായിരുന്നു. അതേസമയം UDF-ന് 28 മുതൽ 32 സീറ്റുകൾ, NDA-ക്ക് 0. ഇതാണ് വടക്കൻ കേരളത്തിലെ കണക്ക്. അതേസമയം മധ്യ കേരളത്തിലെ 53 സീറ്റുകളിൽ പാലക്കാട് മുതൽ കോട്ടയം വരെയുള്ള 5 ജില്ലകളിൽ, മധ്യ കേരളത്തിൽ 25 മുതൽ 29 സീറ്റുകൾ വരെ LDF-ന്, അതേസമയം UDF-ന് 23 മുതൽ 27 സീറ്റുകൾ വരെ. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. 0 മുതൽ 2 സീറ്റുകൾ വരെ NDA-ക്ക്. തെക്കൻ കേരളത്തിലെ 39, 4 ജില്ലകളിൽ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം 39 സീറ്റുകളിൽ 22 മുതൽ 24 സീറ്റുകൾ വരെ LDF-ന്, UDF-ന് 13 മുതൽ 15 സീറ്റുകൾ വരെ, NDA-ക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ. ഈ കണക്കനുസരിച്ചാണ് നേരിയൊരു മേൽക്കൈ കിട്ടാൻ പോകുന്നത് UDF-ന്. അത് വടക്കൻ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആ നേട്ടം ആണ് അവിടെ പ്രകടമാകുന്നത്. UDF-ന് അനുകൂലമായി ചിന്തിക്കുന്നു വടക്കൻ കേരളം എന്നുള്ളതാണ്. മറ്റ് പാരാമീറ്ററുകൾ, മറ്റ് ഘടകങ്ങൾ കൂടി നോക്കിയാൽ അത് പ്രകടമാവുകയും ചെയ്യും. മറ്റ് കണക്കുകൾ, ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നുള്ള ചോദ്യവും, അതുപോലെ തന്നെ SDP-യുടെ പിന്തുണ ആരെ സഹായിക്കും എന്നുള്ള കാര്യവും, ആർക്കനുകൂലമായി ജനമനസ്സ് ചിന്തിക്കും എന്നുള്ള കാര്യവും, തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന വിഷയങ്ങളുടെ കാര്യവും ഒക്കെ എടുത്തു നോക്കുമ്പോൾ, അത് ക്രോഡീകരിച്ച് നോക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ UDF-ന് അനുകൂലമായിട്ട് ജനമനസ്സ്, തെക്കൻ കേരളത്തിൽ LDF-ന് അനുകൂലം, മധ്യ കേരളത്തിൽ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ്. കിരൺ, സർവേകളിൽ വലിയ മാറ്റമില്ലല്ലോ. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും കണ്ടതുപോലെ ഏകദേശം അത് തന്നെ മൂന്നാം ഘട്ടത്തിലും, അല്ലേ? അങ്ങനെ തന്നെ പറയാം. രണ്ട് മുന്നണിക്കും ഒരുപോലെ വിജയസാധ്യതയുണ്ട്. പക്ഷേ എഡ്ജ് കൂടുതൽ ഈ മൂന്നാം ഘട്ട സർവേയിലുള്ളത് UDF-ന് തന്നെയാണ്. നമുക്ക് എവിടെ നിന്നാണ് UDF-ന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത്, എവിടെയാണ് LDF-ന് സീറ്റ് കിട്ടുന്നത് നോക്കാം. വടക്കൻ കേരളമാണ് UDF-നെ സംബന്ധിച്ച്. വടക്കൻ കേരളത്തിൽ ലഭിക്കുന്ന സീറ്റുകളാണ്. വടക്കൻ കേരളം എന്ന് പറയുമ്പോൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ ജില്ലകളെയാണ് പാലക്കാട് അടക്കമുള്ള ജില്ലകൾ മധ്യ കേരളത്തിലാണ് കണക്കൂട്ടിയിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട 5 ജില്ലകളെ കണക്കാക്കുമ്പോൾ അവിടെ ആണ് ഏറ്റവും കൂടുതൽ UDF-ന് മേൽക്കൈ ഉണ്ടായിരിക്കുന്നത്. UDF-ന്റെ കഴിഞ്ഞ തവണത്തെ കണക്ക് 28-20 ആയിരുന്നു ഈ വടക്കൻ കേരളത്തിലുണ്ടായിരുന്നത്. 28 സീറ്റുകൾ LDF-ന് ലഭിച്ചപ്പോൾ 20 സീറ്റുകളാണ്. പക്ഷേ 28 സീറ്റിൽ നിന്ന് ഈ പരമാവധി പോയാൽ LDF-ന് 20 സീറ്റ്, ഏറ്റവും കുറഞ്ഞത് 8 സീറ്റുകളെങ്കിലും ഈ 5 ജില്ലകളിൽ നിന്ന് LDF-ന് നഷ്ടമോ ഏറ്റവും കുറഞ്ഞതാണ്. ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ 12 സീറ്റുകൾ വരെ നഷ്ടമാകാം. ഈ പറയുന്ന കാസർഗോഡ്, കണ്ണൂർ, കാസർഗോഡ് 3-2 എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണത്തെ കണക്ക്. കണ്ണൂരിൽ അത് 9-2 ആയിരുന്നു. കാസർഗോഡ് കണക്കിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ ഇത്തവണയും വഴിയില്ല.
മറ്റൊന്ന് കണ്ണൂരിലെ കണക്കാണ്, അത് 9-2 ആയിരുന്നു. അവിടെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് വയനാട് 1-2 എന്നുള്ള കണക്കാണ്. മറ്റൊന്ന് കോഴിക്കോട് 11, അവിടെയും കണക്കിൽ UDFന് അനുകൂലമായൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് മലപ്പുറത്ത് 4-12 എന്നുള്ളതാണ്. മലപ്പുറത്തും അങ്ങനെ കാര്യമായ വലിയൊരു വ്യത്യാസം, ഒരു സീറ്റിൻ്റെയൊക്കെ വ്യത്യാസത്തിനപ്പുറത്തേക്ക് വ്യത്യാസം ഉണ്ടാകാൻ കഴിയില്ല. അപ്പോൾ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ആണ് ഈ വോട്ട് ഷെയറിൽ സീറ്റുകൾ വ്യത്യാസം ഉണ്ടാകുന്നത്. അതിപ്പോൾ 3-4 സീറ്റ് വീതം കണ്ണൂരായാലും കോഴിക്കോടായാലും വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 28 എന്നുള്ളിടത്ത് നിന്ന് അത് 20-ലേക്കാണ് പരമാവധി വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 28 സീറ്റ് കിട്ടിയത് LDFനായിരുന്നു. ആ 28 സീറ്റ് UDFന് എത്ര കുറഞ്ഞാലും എങ്ങനെ വന്നാലും UDFനെ സംബന്ധിച്ച് 20-28 ആകുമ്പോൾ 8 സീറ്റിൻ്റെ ലാഭം മുതൽ 12 സീറ്റ് ലാഭം വരെ വടക്കൻ കേരളത്തിൽ നിന്ന് മാത്രം ലഭിക്കാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്, NDA ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റാണ് മഞ്ചേശ്വരം സീറ്റ്. മഞ്ചേശ്വരം അടക്കമുള്ള സ്ഥലത്ത് NDA വിജയിക്കാൻ സാധ്യതയില്ല, കെ സുരേന്ദ്രന് വിജയ സാധ്യതയില്ല എന്നുകൂടിയാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. അവിടെ 0 സീറ്റുകളാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് മധ്യകേരളത്തിലേക്ക് വരാം. മധ്യകേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, അവിടുത്തെ ചിത്രം LDFന് വലിയ മേൽക്കൈ ഉണ്ടായതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസ് M വിഭാഗം UDF വിട്ട് LDFിലേക്ക് വരുന്നു. സ്വാഭാവികമായും കേരള കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, മധ്യകേരളത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള പാർട്ടി, ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടി, അങ്ങനെ ഒരു പാർട്ടി വന്നതുകൊണ്ട് 36-15 എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണത്തെ കണക്ക്. ആ 36 സീറ്റ് LDFന് ലഭിച്ചെങ്കിൽ അത് എത്രയായാലും 36-ൽ നിന്ന് കുറഞ്ഞത് 7 സീറ്റെങ്കിലും LDFന് കുറയുമെന്നാണ് പറയുന്നത് മധ്യകേരളത്തിൽ. അത് ഈ 36-29 ആവും. അത് 7 സീറ്റ് മാത്രമല്ല, ചിലപ്പോൾ 25 വരെ അത് താഴാൻ സാധ്യതയുണ്ട്. UDFനെ സംബന്ധിച്ച് അവിടെ ഒരു നേട്ടമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നോക്കിയാൽ ഇവിടെ മധ്യകേരളത്തിലും LDFന് തന്നെയാണ് നേരിയ എഡ്ജ് ഉള്ളത്. 25-29 UDFന് 23-27. UDFന് ഇപ്പോഴും പഴയ പട്ടിൽ, പണ്ടൊക്കെ UDF അധികാരത്തിലേറുമ്പോൾ UDFന് മധ്യകേരളം UDFിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡായിരുന്നു. കാരണം പ്രധാനപ്പെട്ട ഒരു കേരള കോൺഗ്രസ് UDFനൊപ്പമാണ് നിൽക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിന് നല്ലൊരു സ്വാധീനമുള്ളൊരു മേഖല, എറണാകുളം പോലെയുള്ള ഒരു സ്ഥലം, അവിടെയൊക്കെ ഉണ്ടായ സ്വാധീനം ഒരു പരിധി വരെ തിരിച്ചു പിടിക്കാമെന്നതിനപ്പുറത്തേക്ക് UDFന് അവിടെ ഒരു വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഇപ്പോഴും കാണാൻ കഴിയില്ല. ഈ സർവേ ഫലം അനുസരിച്ച് കാണാൻ കഴിയില്ല. അവിടെ 2 സീറ്റുകളിലാണ് BJPക്ക് അവർ സാധ്യത കൽപ്പിക്കുന്നത്. അവിടെ സാധ്യതയുള്ള 2 സീറ്റുകൾ പാലക്കാടും തൃശ്ശൂരുമാണ്. അത് എത്രത്തോളം സാധ്യതയുണ്ട് എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. പക്ഷേ ആ 2 സീറ്റുകളല്ലാതെ മറ്റ് സീറ്റുകളൊന്നും ആ തരത്തിലേക്ക്, ആ ജില്ലകളിൽ നിന്നുള്ള സീറ്റ് എടുത്താണ് NDAക്ക് ഒരു പ്രാധാന്യം 0 മുതൽ 2 വരെ വരുന്നത്. മറ്റൊന്ന് തെക്കൻ കേരളമാണ്. തെക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഈ 4 ജില്ലകൾ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു. കഴിഞ്ഞ തവണ 35-4 എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ രീതിയിൽ UDF തകർന്നു വീണത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ 4 ജില്ലകളിലായിരുന്നു. പത്തനംതിട്ട പോലെ UDFന് ഒരു കാലത്ത് കോട്ടയായിരുന്ന ജില്ലയിൽ ഒരു സീറ്റ് പോലും കഴിഞ്ഞ തവണ നേടാൻ UDFനായില്ല. കഴിഞ്ഞ തവണ അവിടെ 5-0 ആയിരുന്നു. ആലപ്പുഴയിൽ 1 സീറ്റ് മാത്രമാണ്, കൊല്ലത്ത് 2 സീറ്റ് മാത്രമാണ്, തിരുവനന്തപുരത്തും 1 സീറ്റാണ്. അവിടെ UDFന് ഒരു പരിധിവരെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. 13 മുതൽ 15 വരെ സീറ്റുകൾ നേടാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഈ കൊല്ലത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ സീറ്റുകളിൽ, പത്തനംതിട്ടയിൽ നിന്നൊക്കെ സീറ്റുകൾ 2-3 സീറ്റ്. പക്ഷേ അപ്പോഴും അവിടെ ആധിപത്യം ശക്തമായി തന്നെ ഉള്ളത് LDFന് തന്നെയാണ്. 22 മുതൽ 24, 39-ൽ നിന്ന് കുറഞ്ഞാലും 22-24 സീറ്റിലേക്ക്, ഏകദേശം ഈ ജില്ലകളിൽ UDFന് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി സീറ്റുകൾ LDFന് ലഭിക്കുമെന്ന് പറയുന്നു. അവിടെ 1 മുതൽ 3 സീറ്റ് വരെയാണ് കാണുന്നത് NDAക്ക് കാണുന്നത്. NDAക്ക് അങ്ങനെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കഴക്കൂട്ടമോ നേമോ അല്ലെങ്കിൽ ചാത്തന്നൂരോ ഒക്കെയുള്ള മണ്ഡലങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏത് മണ്ഡലമാണെന്ന് കൃത്യമായി പറയാൻ കഴിയും. ഈ മണ്ഡലങ്ങളിലാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അവിടെ തെക്കൻ കേരളത്തിൽ LDFന് മേൽക്കൈയുണ്ട്, പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെയില്ല. മധ്യ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കഴിഞ്ഞ തവണത്തെ പൂർണ്ണ മേൽക്കൈ LDFനില്ല. വടക്കൻ കേരളത്തിൽ സ്ഥിതി മെച്ചപ്പെടുത്തുകയും മേൽക്കൈ നേടുകയും ചെയ്യും UDF എന്നുള്ളതാണ്. അങ്ങനെയാണ് 70-ൽ കൂടുതൽ സീറ്റുകളിലേക്ക് UDF വരുന്നത്. 99 സീറ്റുകളിൽ നിന്ന് 70-ൽ താഴേക്ക് LDF പതിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ TG സജിത്ത് കൂടി ചേരുകയാണ്. സജിത്ത്, സംസ്ഥാനം മുഴുവൻ യാത്ര ചെയ്തതാണല്ലോ. ഏകദേശം ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഈ സർവേ ഫലം. കഴിഞ്ഞ സർവേ ഫലം സജിത്ത് വിലയിരുത്തിയതാണ്. ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്നു ഈ സർവേയുടെ ഫലവും, അല്ലേ? മഞ്ജുഷ, തീർച്ചയായിട്ടും കഴിഞ്ഞ സർവേയുമായി ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്ന സർവേ ഫലം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ വടക്കൻ കേരളം ശ്രദ്ധേയം തന്നെയാണ്. കാരണം വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയം അത് LDFും UDFും ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇടതുമുന്നണിക്ക് അവരുടെ പരമ്പരാഗത മേഖലയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് കോഴിക്കോട് ജില്ലയാണ്. വലിയ ജില്ലയാണ്, കൂടുതൽ സീറ്റുകളുള്ള ജില്ലയാണ്. അവിടെ വലിയ നഷ്ടം ഉണ്ടാകുമെന്നത് CPM തന്നെ വിലയിരുത്തി കഴിഞ്ഞതാണ്. അത് നമ്മുടെ സർവേയിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. ഇതിനിടയിൽ മധ്യ കേരളത്തിൽ നമ്മുടെ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഈ വോട്ട് വൈബിന്റെ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം,
മധ്യകേരളത്തിൽ കാര്യമായ നഷ്ടം ഇടതുമുന്നണിക്ക് ഉണ്ടാവില്ല എന്ന സൂചനയുണ്ട്. പക്ഷേ അത് UDF കേന്ദ്രങ്ങൾ അത്രകണ്ട് ഏറ്റെടുക്കുമോ എന്ന കാര്യം സംശയമുണ്ട്. കാരണം UDFിന്റെ കണക്കെടുപ്പിൽ മധ്യകേരളത്തിൽ നഷ്ടമുണ്ടാവില്ല എന്ന് തന്നെയാണ്. കാരണം മധ്യകേരളത്തിൽ വലിയ നേട്ടമുണ്ടാവും, തദ്ദേശ ഫലം തന്നെ ആവർത്തിക്കും എന്നതാണ് UDFിന്റെ കണക്കെടുപ്പ്. അതേസമയം തെക്കൻ കേരളം കറക്റ്റാണ്. തെക്കൻ കേരളത്തിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ മേധാവിത്വം തന്നെ എന്ന കണക്കെടുപ്പിലേക്ക് തന്നെയാണ് UDFും എത്തിയിരിക്കുന്നത്. ഇടതുപക്ഷവും അതിനോട് യോജിക്കുന്നു എന്നതാണ് സാഹചര്യം. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, 1 മുതൽ 5 വരെ സീറ്റുകൾ വരെ NDA നേടിയേക്കാമെന്ന് പറയുന്നു. പക്ഷേ അതിൽ ഒരു സീറ്റ് പോലും വടക്കൻ കേരളത്തില്ല. അതിനർത്ഥം മഞ്ചേശ്വരത്ത് വിജയിക്കുമെന്ന് ഈ സർവേ പറയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതേസമയം മധ്യകേരളത്തിൽ സാധ്യത പറയുന്നുണ്ട്. അതൊരു പക്ഷേ തൃശ്ശൂർ പോലെയുള്ള സീറ്റുകളാവാം, അതല്ലെങ്കിൽ കോട്ടയത്തെ ഈ വലിയ മുന്നേറ്റം അവകാശപ്പെടുന്ന പാലാ പോലെയുള്ള സീറ്റുകളെ കൂടിയാണോ അതിൽ ഉൾപ്പെടുത്തുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ അല്ലെങ്കിൽ നേമമോ ഈ സീറ്റുകൾ ഏതെങ്കിലും കൂടിയാവാം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാ എന്ന കാര്യം വീണ്ടും 3ാം ട്രാക്കറിൽ ഉറപ്പിക്കുന്നു എന്നത് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.